ഷാർജയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ തെക്കും ഭാഗം സ്വദേശി അതുല്യയുടെ ഭർത്താവ് സതീഷിനെ ദുബായിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു എന്നതാണ്. ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയർ ആയിരുന്നു സതീഷ്. അരുൺ പാറാട്ട് വിവരങ്ങളുമായി. അരുൺ, അന്വേഷണം നടക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെയൊക്കെ നിജസ്ഥിതി പുറത്തു വരേണ്ടതുണ്ട്. ഒരു മാസമായിട്ടേ ഉള്ളൂ ഇയാൾ ഈ കമ്പനിയിൽ ജോലിക്ക് പ്രവേശിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്താണ് കമ്പനി സ്വീകരിച്ച നടപടി? അനുജ, ഇന്ന് രാവിലെയാണ് കമ്പനി ഇപ്പോൾ സതീഷിന് രേഖാമൂലം ഒരു കത്ത് നൽകിയിരിക്കുന്നത്. അതായത് സതീഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ് എന്ന് കാണിച്ചുകൊണ്ട്. അതുല്യയുടെ ബന്ധുക്കൾ നമുക്കറിയാം പരാതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സതീഷിന്റെ അക്രമാസക്തമായ വീഡിയോകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു. ഇതെല്ലാം പരിഗണിച്ചാണ് ഈ ഒരു നടപടി കമ്പനി എടുത്തിരിക്കുന്നതെന്നാണ് കമ്പനി കത്തിൽ വ്യക്തമാക്കുന്നത്. ഈ കമ്പനിയിൽ ഒരു സൈറ്റ് എഞ്ചിനീയർ ആയിട്ടായിരുന്നു ജോലി ചെയ്തത്. കഴിഞ്ഞ ഒരു വർഷമായി ഈ ഒരു കമ്പനിയിൽ തന്നെയാണ് ഇദ്ദേഹം ജോലി ചെയ്തിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതോടൊപ്പം തന്നെ കമ്പനി അധികൃതർ അതുല്യയുടെ അനിയത്തിയുടെ കുടുംബത്തെയും ഈ ഒരു വിഷയം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ സംഭവിച്ച കാര്യങ്ങളിൽ ഖേദവും കമ്പനി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിലെല്ലാം തന്നെ കമ്പനി കുടുംബത്തോടൊപ്പമാണ് എന്നും കുടുംബത്തെയും കമ്പനി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു സുപ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ ഇന്ത്യൻ കോൺസുലേറ്റ് കൃത്യമായി തന്നെ ഇടപെടുന്നു എന്നുള്ളതാണ്. ഭർത്താവ് സതീഷിനെ കോൺസുലേറ്റ് വിളിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം.